വേണ്ട പോസ്റ്റ്മാൻ കൊണ്ട് തന്നതാ. എന്നാ ബാങ്കിൽ നിന്ന് ഹൗസ് ബോട്ടിന്റെ ജപ്തി നോട്ടീസാ. ഇന്നലെ രാത്രി നിന്റെ ഉറക്കം കളയണ്ടല്ലോ എന്നും കരുതിയാ തരാതിരുന്നത്. അതേതായാലും നന്നായി. 1,37,000 രൂപ 21-ാം തീയതി അടച്ചില്ലെങ്കിൽ ജപ്തി. ഗുഡ്. നിന്റെ ഈ കാശ് വല്ലതും ഉണ്ടോ? ഉണ്ട്. ഒലക്കയുടെ മൂട് കിട്ടുന്നതെല്ലാം കൊണ്ടുവന്ന് ഈ അടുപ്പത്തിട്ട് പോയിക്കല്ലേ 3 തീറ്റിക്കാൻ. നീ ഇതൊക്കെ പറയുകയും ചെയ്യും, നീ തന്നെ കാശ് ചെലവാക്കുകയും ചെയ്യും. എൻ്റെ ജാതകദോഷം. അല്ലെങ്കിൽ ഒരു കുടുംബം മുമ്പോട്ട് പോകണമെങ്കിൽ ഏതെങ്കിലും ഒരുത്തൻ്റെ ജീവിതം കോഞ്ഞാട്ടായേ പറ്റൂ. നമുക്ക് ഈ അടുക്കള അങ്ങ് പൂട്ടിയാലോ? നല്ല ഐഡിയ. അവന്മാരെ വെറുതെ തള്ളേക്കൊല്ലികളാക്കണ്ട. പയറ് വശന്നാ അവരെന്തും ചെയ്യും. ചേട്ടന്മാരും ബോണ്ടന്മാരും. ഗോപാ ഗോപാ, എന്താ ചക്കക്കൂട്ടം 3 കൂടെ ചുക്കിച്ചുളിഞ്ഞ് ചോക്ലേറ്റ് പോയ അണ്ണന്മാരെ പോലെ ഇരിക്കുന്നേ? നീ വന്നടാ, എന്റെ ചെവിയിൽ ഞാൻ പറഞ്ഞുതരാം. വാ. രാവിലെ സാഹിത്യം കേൾക്കാൻ താല്പര്യമല്ല. നിങ്ങളുടെ നേർച്ചമുട്ടനകത്തുണ്ടോ ഗോപാ? എന്നാടാ രാവിലെ ഒഴുകി? കപ്പ്യാരുടെ വീടും പറമ്പും നോക്കാൻ ഒരു പാർട്ടി വരുന്നുണ്ട്. കിട്ടണ വിലയ്ക്ക് കൊടുക്കാനാ കപ്പ്യാര് പറയുന്നേ. ഇന്നെന്തായാലും കപ്പ്യാര് കൊടുക്കും. അതെന്താ ഇന്ന് കപ്പ്യാര് കൊടുക്കുന്ന ദിവസം? അതെ, അതിനുള്ള അലാറം ഇപ്പൊ അടിക്കും. ആണോ? എന്റെ അമ്മച്ചി ഇങ്ങനെ കിടന്ന് തൊള്ള കീറാതെ പോയത് പോയി. അമ്മയുടെ മക്കൾ എന്റെ കോഴിയെ കൊണ്ടുപോയി, എന്റെ താറാവിനെ കൊണ്ടുപോയി, പിന്നെ പാടിനെ കൊണ്ടുപോയി. കോഴിയും താറാവിനെയും ഒക്കെ ചിലപ്പോ വിശന്നപ്പോ കൊണ്ടുപോയി കാണും ശോശാമ്മേ. പക്ഷെ ആടിനെ വെളുപ്പാക്കാലത്ത് കൂട്ടിക്കിടന്ന് കരഞ്ഞ ആണാണ്. അവന്മാരെല്ലാം നീ കൊലച്ചത് ചെയ്യത്തില്ല. എന്റെ മാതാവേ, കേട്ടല്ലോ, ഇന്ന് വരെ അങ്ങനെ ഒരു സാധനം കേരളത്തിൽ ആരുടെ തലയിൽ വീണിട്ടില്ല. എന്നതാ മനുഷ്യ, നിങ്ങളിങ്ങനെ പള്ളിയിലെ മണി അടിച്ചോണ്ട് നടന്നു. ആട് കിടന്നിടത്ത് പൂട പോലും ഇല്ല. ആ കാലം മറന്നപ്പോൾ ആടിനെ കൊണ്ടുപോയി. ഇന്നെന്തെങ്കിലും നടക്കും. ഒന്നും നടക്കില്ല. വായിച്ച് രസിക്കണല്ലേ? വായിച്ചോടാ, വായിച്ചോ. ഒന്നും അറിയാത്തവരെ പോലെ ഇരുന്ന് വായിച്ചങ്ങ് പഠിച്ചോ. പരീക്ഷ അങ്ങ് പോലീസ് സ്റ്റേഷനില്ല. നാളെ നിങ്ങളെ കൊണ്ട് ഇതുപോലെ തന്നെ ഞാൻ പത്രത്തിൽ വായിപ്പിക്കൂടാ. ആടിനെ കട്ടതിന് പോലീസ് പിടിച്ചെന്ന്. ഞാൻ ആരാണെന്ന് കാണിച്ചു തരാവടാ. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് നിങ്ങൾ എല്ലാവരും അകത്താ. നോക്കിക്കോ. കണ്ടോടോ ഞങ്ങൾ ആടിനെ മോഷിക്കുന്നത്? കണ്ടില്ല. തന്റെ പെണ്ണുമ്പളക്ക് കഴുത്തിന് ചുറ്റുനാക്ക. അവര് നീട്ടി വിളിക്കാണ്ട് ഞങ്ങളുടെ മെക്കട്ടുകാരോടല്ലോ തോന്നി ദിവസം പറഞ്ഞോണ്ടല്ലോ. ഇയാളെ ഞാൻ തല്ലിയല്ലോ. പോലീസ് സ്റ്റേഷനിലെങ്ങാനും കയറി പരാതി കൊടുത്ത ഇന്ന് പള്ളി കയറി വേറെ ആരെങ്കിലും മണിയടിക്കും. എന്തിന്? തന്റെ മരണം അറിയിക്കാൻ. എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. നീ ഇന്നെന്റെ ആ വീടും പറമ്പും വാങ്ങാൻ വരുന്നവരുടെ തലയില് കിട്ടുന്ന വിലക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് കെട്ടിവെക്ക്. എനിക്ക് മനസ്സമാധാനത്തോടെ എവിടെയെങ്കിലും പോയി ജീവിക്കാനാ. ധൈര്യമായിട്ട് ഞാനേറ്റേ. നിന്നെ ഞങ്ങൾ എടുത്തോളാം. അവന്റെ ഒരു സ്ഥലം. ആരവര്? അവരാ വീടും പറമ്പും നോക്കാൻ വന്ന ആൾക്കാര്. അയ്യോ, അപ്പൊ അവരും എന്റെ വീടെടുക്കില്ലേ? അവരെന്നെ എടുക്കും. ഓടോ കരയാണ്ട്. ആടിന്റെ കാശ് വൈകിട്ടേ കിട്ടത്തുള്ളൂ. അതുവരെ പെന്നാ ചെയ്യും. അതിനെന്നാന്ന്, പണം കായ്ക്കുന്ന മരം ഇല്ലയോ കയ്യില്? പിടിച്ചു കുലുക്കുക, എടുക്കുക. ഏത് മരം? എടവേ, SI ജോർജിന്റെ ഫോണുമായിട്ട് പോവുക, കാണിക്കുക, വരട്ടുക, ആവശ്യമുള്ള കാശ് മേടിച്ചു പോരുക. ഞാനിപ്പോ അങ്ങ് വിചാരിച്ചേ ഉള്ളൂ. ഓരോരോ ഭാഗ്യം വരുന്ന വഴികളെ. 2 അടിച്ചേച്ച് നേരെ സ്റ്റേഷനിലേക്ക് പോവാം. വാ. ആശാനെ, വക്കീല് തകർക്കുവാണല്ലോ. നെഹ്റു ട്രോഫി എത്തി. നാളെ ബോർഡ് ക്ലബ് മീറ്റിംഗാ. അതിനു മുമ്പേ നമ്മൾ അശോകൻ വക്കീൽ ട്രയൽ തുടങ്ങി വെച്ചാ. ചമ്പക്കുളം പള്ളിക്കൊരു വള്ളംകളി പെരുന്നാള്, അമ്പലപ്പുഴയിലൊരു ചുറ്റുവിളക്ക്. നല്ല രസം പിടിച്ചു വരുമായിരുന്നു. വക്കീൽ നിർത്തിക്കളഞ്ഞു.
ഇവളെങ്ങനെ ഇവിടെ? എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? ദാ, ഇത് നിന്റെ പരിപാടി ആയിരുന്നല്ലേ? അയ്യോ ഞാനല്ല, ഗോപം പറഞ്ഞിട്ടാ. അവൻ തന്നെ പ്രശ്നം. എങ്ങോട്ടാ മാമച്ച ധൃതിയില്? നിന്റെ അച്ഛൻ പെറ്റെന്ന് കേട്ടു, കയറെടുക്കാൻ പോവാ. നിന്നോട് നിൽക്കാനാ പറഞ്ഞത്. അയ്യോ അയ്യോ മാമച്ച, 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 നെഞ്ചുവേദന, എന്നൊന്ന് ആശുപത്രി കൊണ്ടുപോ. നെഞ്ചുവേദന നിനക്കാ? കുപ്പി കളഞ്ഞാ വരാം. അയ്യോ എന്നെ നെഞ്ചുവേദന എടുക്കണേ. അയ്യോ മാമച്ച, കടപ്പിലായിരിക്കും എന്നെ അടിക്കാൻ. ഞാനിപ്പോ ചത്തുപോവേ. എന്നൊന്ന് ആശുപത്രി കൊണ്ടുപോ. അയ്യോ അയ്യോ. അറിഞ്ഞോ? ഇല്ല. അറിഞ്ഞില്ലേ? ഇല്ലെന്നല്ലടാ പറഞ്ഞത്. ചക്കമണിയന് ഹാർട്ട് അറ്റാക്ക്. എപ്പോ? ഇപ്പോ. കർത്താവേ, അവ ഒരുത്തം ഒന്ന് പോയി കിട്ടിയ ബാക്കി രണ്ടെണ്ണം എന്നെ കൈക്കൊതുങ്ങും. ചായ കൂപ്പി പൊട്ടിക്കടാ. ഒന്നുമില്ല. ചേട്ടൻ മദ്യപിക്കാറുണ്ടോ? സഞ്ചരിക്കുന്ന ഒരു കള്ള് ഷാപ്പാണ് ഡോക്ടർ. ഓ, അപ്പൊ അതാ കാര്യം. ഇന്നലെ കുറച്ച് ഓവറായി കാണും. അതിന്റെ ആഫ്റ്റർ എഫക്റ്റാ. ഇഞ്ചക്ഷൻ കൊടുത്തപ്പോഴേ പെയിൻ മാറി. ഗ്യാസിന്റെ വേറെ പ്രത്യേകിച്ച് അസുഖമൊന്നും കാണുന്നില്ല. ഇല്ലേ? ഇല്ല. എന്റെ പൊന്നു ഡോക്ടറെ, ദൈവമായിട്ട് കയറ്റിയ ഗ്യാസാ. അത് ദയവായിട്ട് ഒരു ഹാർട്ട് അറ്റാക്ക് ആക്കി മാറ്റണം. അറ്റാക്കോ? അതെ. സ്വന്തമായിട്ട് വേലയെടുക്കാതെ ജീവിക്കുന്ന 3 ചേട്ടന്മാരാ. ഡോക്ടർക്ക് അറിയാമല്ലോ. ഇനി വേലയെടുക്കാതെ ജീവിച്ചാ ഹാർട്ട് അറ്റാക്ക് വന്ന് തട്ടിപ്പോവുന്നു. ചെറുതായിട്ടൊന്ന് വരട്ടി വിട്ടാ മതി. മരണഭയം ഏത് മനുഷ്യനെ മാറ്റും എന്നാണല്ലോ. ശരി, വിളിക്ക്. സുഖു, വരവ് കണ്ടിട്ട് മണിയും മരിക്കുമെന്നാ തോന്നുന്നേ. ചേട്ടാ, റിസൾട്ട് കിട്ടിയോടാ? കിട്ടി. ഹൃദയം മാറ്റിവെക്കേണ്ടി വരൂ. എന്തിനാ മാറ്റി വെക്കുന്നേ? പഴയ സ്ഥലത്ത് തന്നെ ഇരുന്ന എന്താ കുഴപ്പം? നിങ്ങൾ 3 പേരോടും ഡോക്ടർ അകത്തേക്ക് വരാൻ പറഞ്ഞു. നീ പേടിക്കണ്ട മണിയാ, മരിച്ചാലും ഞങ്ങളൊക്കെ നിന്റെ കൂടെ ഇല്ലേ? ഇത് പകരോ മാമച്ച? സൂക്ഷിച്ച്. അറിയിക്കേണ്ടവരെയൊക്കെ അറിയിക്കായിരുന്നു. വിറക് ഞാൻ ഓർഡർ ചെയ്യാം. ഇരിക്കെ. പതുക്കെ. എന്താ 3 പേർക്കും ജോലി? അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. സമയത്തിന് ഭക്ഷണം കഴിക്കാറുണ്ടോ? ഉവ്വ്. അതെങ്ങനെ, മോഷണം പതിവുണ്ടോ? അത് ഇവനാണ് വീട് നോക്കുന്നത്. നാണുണ്ടോ മിസ്റ്റർ? നിങ്ങളുടെ അനിയനായതുകൊണ്ട് അധ്വാനിക്കാതെ ജീവിക്കുന്ന നിങ്ങളുടെ ഇയാൾ ക്ഷമിക്കും. പക്ഷേ അസുഖങ്ങൾ ക്ഷമിക്കില്ല. അധ്വാനിക്കാത്തവരുടെ രക്തക്കുഴലുകളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി ബ്ലോക്കാവും. നിങ്ങൾക്കുണ്ടായത് അതാണ്, മെറ്റബോളിക് സിൻഡ്രം. ഇതൊരു രോഗാവസ്ഥയാണ്. ഒരേ കുടുംബത്തിലുള്ളവരായതുകൊണ്ടും ഒരേ ശരീരപ്രകൃതിയുള്ളവരായതുകൊണ്ടും ഒരേ ജീവിത രീതി ആയതുകൊണ്ടും നിങ്ങൾക്കും എപ്പോൾ വേണമെങ്കിലും ഇത് സംഭവിക്കാം. സംഭവിച്ചാൽ ഒരു വശം തളർന്ന് കിടപ്പിലാവാം, കിഡ്നി ഡാമേജ് ആവാം, അറ്റാക്ക് വന്ന് മരിച്ചു പോവാം. വെള്ളം ഇറക്കാൻ പറ്റാതെ കിടക്കണോ, അത് ആരോഗ്യമുള്ള ശരീരത്തോടു കൂടി ജീവിക്കണോ? ആരോഗ്യമുള്ള ശരീരത്തോടെ ജീവിക്കണം ഡോക്ടർ. എങ്കിൽ ഇന്നു മുതൽ വ്യായാമം ചെയ്യണം. ശരീരം വയർക്കണം, അധ്വാനിക്കണം. ചെയ്യാൻ ഡോക്ടർ. ശരി, അടുത്ത മാസം 10-ാം തീയതി ഒന്ന് 3 പേരുടെയും ബ്ലഡ് ചെക്ക് ചെയ്യണം. ഓ, എന്നാ ഞങ്ങളങ്ങോട്ട് പതുക്കെ. ഡോക്ടർക്ക് ഫീസ് കൊടുത്തിട്ട് ഇപ്പൊ വരെ. താങ്ക് യു ഡോക്ടർ. ഇതാണ് മെഡിക്കൽ എത്തിക്സ്. ഒരു കുടുംബം രക്ഷപ്പെട്ടു. താങ്ക് യു. വാമനെ, മാമച്ചി പതുക്കെ.
സൂക്ഷിച്ച്